ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇന്ന് ടിയൂരുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ ഒരു വാർത്ത നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൊട്ടിയൂർ ക്ഷേത്രം ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖങ്ങളായിട്ടുള്ള 4 തീർത്ഥാടന കേന്ദ്രങ്ങളെ വികസിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിക്ക് സംസ്ഥാന ഗവൺമെന്റ് രൂപം നൽകുന്നു എന്നുള്ളതാണ്. ഇത് വളരെയധികം അഭിനന്ദനമർഹിക്കുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തില് മലയോര പ്രദേശമായ കൊട്ടിയൂരില് 27 ദിവസം മാത്രം തീർത്ഥാടകർ ഗണ്യമായി എത്തിച്ചേരുന്ന ഒരു കുഗ്രാമമായ കൊട്ടിയൂരില് ഈ നിശ്ചിത കാലയളവിൽ ഈ ആളുകളെ ഉൾക്കൊള്ളാനാകാത്ത ഈ ഗ്രാമവും പരിസര പ്രദേശങ്ങളും വീർപ്പുമുട്ടുന്ന കാഴ്ച വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇതില് ബന്ധപ്പെട്ട അധികൃതരൊന്നും വേണ്ടത്ര ഗൗരവത്തോടുകൂടി ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. ഓരോ തരത്തിലുള്ള സാങ്കേതികമായ തടസ്സങ്ങളും തികഞ്ഞ ഉദാസീനതയും ലജ്ജാകരമായ അവഗണനയുമാണ് കൊട്ടിയൂർ തീർത്ഥാടന കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ അധികാരികൾ കൈക്കൊണ്ട് പോന്നിട്ടുള്ളത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി വളരെ ഗൗരവമായ പ്രാധാന്യത്തോടുകൂടി ഈ തീർത്ഥാടന കേന്ദ്രത്തെ പരിഗണിക്കുന്ന ഒരു സമീപനം കഴിഞ്ഞ നാളുകളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. പ്രത്യേകിച്ച് പുതുതായി ദേവസ്വം വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശ്രീ കെ മുരളീധരൻ കൊട്ടിയൂർ ഉത്സവത്തിന് മുൻപ് തന്നെ അദ്ദേഹം ചുമതല ഏറ്റെടുത്ത് അധികം താമസിയാതെ തന്നെ കൊട്ടിയൂരിൽ എത്തിച്ചേരുകയും ഈ വർഷത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വളരെ വൈകിയ വേളയിലാണെങ്കിൽ പോലും എല്ലാ സർക്കാർ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് പരമാവധി സാധ്യമായ ഇടപെടലുകൾ നടത്താൻ ശ്രമിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ പ്രസക്തമായ ഒരു കാര്യം. ഇപ്പോൾ കേരള ബഡ്ജറ്റ് പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളെ, കൊട്ടിയൂർ ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവും കൂടുതൽ സംസ്ഥാനത്തിന് പുറത്തുനിന്നുകൂടിയുള്ള ഭക്തജനങ്ങളെയും തീർത്ഥാടകരെയും ഉൾക്കൊള്ളാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമുള്ള കാര്യങ്ങളും ചെയ്യുന്നു എന്നതും വളരെയധികം സ്വാഗതാർഹവും അഭിനന്ദനീയവുമായ കാര്യമാണ്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ആരാധനാ സങ്കേതങ്ങളുടെ, തീർത്ഥാടന കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും അതുപോലെയുള്ള അനുബന്ധ പ്രവർത്തനങ്ങളുമൊക്കെ നിർവഹിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ നൽകാൻ എന്നുള്ളതാണ്. ഇത് മറ്റൊന്നുമല്ല, തീർത്ഥാടന കേന്ദ്രങ്ങളെ പ്രസക്തമാക്കുന്നത് അവയുടെ വ്യതിരിക്തതയാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിനെ വ്യത്യസ്തമായി നിർത്തുന്ന ആരാധനാ സങ്കേതങ്ങളുടെയും തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും വ്യതിരിക്തമായ തനിമയും സ്വത്വം അവ നിലനിർത്തിക്കൊണ്ടും അവയെ സംരക്ഷിച്ചുകൊണ്ടും വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുള്ളത്. ഇത് അതത് ക്ഷേത്ര സ്ഥാപനങ്ങളുടെ ഭാരവാഹികളും അവിടെ ഇടപെടുന്ന ഔദ്യോഗിക ഭരണ സംവിധാനങ്ങളും ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൊട്ടിയൂരിനെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ 4 ആളുകൾ കൂടുന്ന ഏത് സങ്കേതവും ഏത് ഉത്സവവും പരിസ്ഥിതി സൗഹൃദ ഉത്സവങ്ങളാക്കാൻ ഔപചാരികമായി തന്നെ ശ്രദ്ധിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പരിസ്ഥിതി സൗഹൃദ മൂല്യത്തോടുകൂടി നടന്നു പോകുന്ന ഒരു ഉത്സവ സങ്കേതമായിരുന്നു അക്കരെ കൊട്ടിയൂർ എന്ന കാര്യം വളരെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടതായിട്ടുണ്ട്. സ്ഥിര നിർമ്മിതികളൊന്നും അനുവദനീയമല്ലാത്ത അക്കരെ സന്നിധിയുടെ പാവനതയും തനിമയും അതിന്റെ യഥാർത്ഥ മൂല്യത്തോടുകൂടി സംരക്ഷിച്ചുകൊണ്ടും ഇക്കരെ കൊട്ടിയൂരിലും മറ്റു പരിസര പ്രദേശങ്ങളിലും ആവശ്യമായിട്ടുള്ള വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും
വേണം ഈ ക്ഷേത്ര സങ്കേതത്തിന്റെ വികസനത്തെക്കുറിച്ച് ആസൂത്രണം ചെയ്യാൻ. ഇത്തരത്തിൽ ക്ഷേത്ര സ്ഥാപനങ്ങളെ അവയുടെ സ്വത്വവും തനിമയും നിലനിർത്തിക്കൊണ്ടും എന്നാൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളാനും തീർത്ഥാടകർക്കും തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്കും വേണ്ട എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാനും വേണ്ടിയുള്ള വളരെ സൂക്ഷ്മവും ബൃഹത്തുമായിട്ടുള്ള രൂപരേഖ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. ശരിയായ പാതയിലൂടെ ഈ വിഷയത്തെ നയിക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോവിന്ദ ഹരി ഗോവിന്ദ.